ഹായ്, ഞാനിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സർപ്രൈസായിട്ടുള്ള ബർത്ത്ഡേ പാർട്ടിയാണ്. മക്കള് സർപ്രൈസായിട്ട് നടത്തുന്ന ബർത്ത്ഡേ പാർട്ടിയാണ്. എൻ്റെ ഫ്രണ്ടിന് ഇത് അറിയത്തില്ല. ഇന്ന് ബർത്ത്ഡേ പാർട്ടി റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് നടത്തുന്നതെന്ന് അറിയത്തില്ല. 6:30 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരുമായിരിക്കും. ഞാൻ നല്ലതുപോലെ ഒരുങ്ങിയിട്ടുണ്ട്. കിങ്കിലി കിലി 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 വളയൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ പേളുമാല എടുത്തിട്ടിട്ടുണ്ട്. ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോട്ടെ. 6:30 ആകുമ്പം ചെല്ലണം. ഇവിടുന്ന് ഒരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഞാൻ ഇനി വണ്ടി വിട്ട് പോട്ടെ. എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാമേ. ഞാൻ ആരുടെ ബർത്ത്ഡേക്കാണ് പോകുന്നതെന്ന് പറയാം. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി ആനി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുടെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയതും ഫുഡ് കഴിക്കാൻ പോയതും ഒക്കെ. ആ കൂട്ടുകാരി ആനിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് നടക്കുന്നത്. മക്കളാണ് ഈ സർപ്രൈസായിട്ട് ഈ പാർട്ടി നടത്തുന്നത്. ആനിക്ക് അറിയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സർപ്രൈസ് പാർട്ടി ആകുമ്പോൾ ഒരിക്കലും ആള് അറിയാൻ വഴിയില്ല. എന്താണേലും നമുക്ക് അവിടെ ചെന്നിട്ടൊക്കെ കാണാം. എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ നമുക്ക് കാണാം. വീഡിയോ ഒക്കെ എടുക്കുന്ന പോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കൂ എന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്നേലും നമുക്ക് കാണാം. അടുക്കാറായി കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കൂടെ.
ഇനി താങ്ക് യു സോ മച്ച്. ഇനി എല്ലാരും എന്തുവേണമെങ്കിലും കാണും. അങ്ങനെ ഞാൻ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. കഴിഞ്ഞിട്ടില്ല, എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എളുപ്പം തന്നെ എൻ്റെ ഫുഡ് ഒരു 5 മിനിറ്റിനകം കഴിച്ചിട്ട് ഞാൻ അവിടുന്ന് വീട്ടിലോട്ട് പോവാണ്. എനിക്കങ്ങനെ ഒത്തിരി ലേറ്റാവുന്നു. എന്തോ എനിക്ക് അങ്ങനെ ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. എനിക്കങ്ങനെ ഒത്തിരി ലേറ്റാവുന്ന ഇഷ്ടമില്ല. അത് തന്നെയല്ല, ഞാൻ പാർക്ക് ചെയ്തത് ഒരു റോങ് പ്ലേസിലാണ് കൊണ്ട് പാർക്ക്. റോങ് പ്ലേസ് അല്ല, വേറൊരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ് കൊണ്ട് പാർക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് അവിടെ എന്താ നമുക്കറിയത്തില്ല. ഇവിടെയൊക്കെ ടിക്കറ്റ് കൊണ്ട് വെക്കുകയും പിന്നെ ടോ ചെയ്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ ഉള്ള ഏരിയയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അവരവരുടെ പ്ലേസിൽ മാത്രമേ അവരവരുടെ പിന്നെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലൊക്കെ അവരവരുടെ പിന്നെ അവിടെയുള്ള കസ്റ്റമേഴ്സൊക്കെ മാത്രമേ പാർക്ക് ചെയ്യാവൂ. വേറെ വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്താലും അതുപോലെ തന്നെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞാലും 7 മണി 8 മണി അങ്ങനെയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. 9 മണി അങ്ങനെയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വണ്ടിയൊക്കെ ടോ ചെയ്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെയൊക്കെ പുറകെ പോകണം. അറിയത്തില്ലല്ലോ നമുക്ക് എവിടെയാ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലോ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇട്ടാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ രണ്ടാമത് കറങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടെ സ്പേസ് കിട്ടിയില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് ഞാൻ വേറൊരു പിന്നെ കുറച്ചുകൂടെ കറങ്ങി വേറൊരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ടിട്ടത്. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ പാർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം ഇറങ്ങിയത്. എനിക്ക് കുറച്ച് നടക്കുകയും ചെയ്യണമായിരുന്നു. ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് മഴയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മഴയും തണുപ്പും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നേരത്തെ ഒത്തിരി അങ്ങ് ഇരുട്ടാതെ എനിക്കങ്ങ് വീട്ടിൽ ചെല്ലുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം ഇറങ്ങിയത്. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ എളുപ്പം ഇറങ്ങി. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി നല്ലതുപോലെ ആഘോഷിച്ചു എല്ലാവരും കൂടെ ചേർന്ന്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ബായ്. ഞാൻ ഏകദേശം വീട്ടിൽ ചെല്ലാറായി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ.